ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് എൻ്റെ ബാംഗ്ലൂരിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ രാവിലെ എണീച്ചപ്പാട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ കോളേജിൽ പോകാൻ വേണ്ടി റെഡിയാവുന്നതാണ്. ഒരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ. ഫസ്റ്റ് തന്നെ ഞാൻ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BBA വിത്ത് ഏവിയേഷനാണ്. 3 കൊല്ലത്തെ ഡിഗ്രി കോഴ്സാണിത്. അപ്പോൾ ഞാൻ രാവിലെ പോകുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണിത്. ഫസ്റ്റ് തന്നെ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. എനിക്കിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 1 വീക്കിൻ്റെ മേലെയായി. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വീഡിയോ കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. ഏവിയേഷൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, നല്ല ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് ആഴ്ചക്ക് 3 ദിവസം ഫോർമൽസ് ഇടണം. ഫോർമൽസിൻ്റെ കൂടെ ഗ്രൂമിങ്, മേക്കപ്പ് അതൊക്കെ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കണം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് 2 ആഴ്ചയാവാറായി. ഇപ്പോഴാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയത്. ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ഫസ്റ്റ് തന്നെ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ടോണർ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. സിറം നന്നായിട്ട് ഫേസിൽ അബ്സോർബ് ആയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എനിക്കിപ്പോൾ 3-4 ദിവസം ആയിട്ടേ ഉള്ളൂ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. ഇനി അങ്ങോട്ട് റെഗുലർ ക്ലാസ് ആയിരിക്കും. ഞാൻ എൻ്റെ ചെറിയൊരു മിററിൽ നോക്കിയിട്ടാണ് സ്കിൻ കെയറും മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അകത്ത് എൻ്റെ റൂംമേറ്റ്സ് 2 കിടന്ന് നല്ല ഉറക്കമാണ്. ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല. സാധാരണ അവർ എണീച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കാറ്. ഇന്ന് അവർ കിടന്ന് ഉറങ്ങുന്നതായതുകൊണ്ട് ഫസ്റ്റ് ഞാനാണ് എണീച്ചത്. പിന്നെ എനിക്ക് പെട്ടെന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാൻ. പെട്ടെന്ന് പോയിട്ടില്ലെങ്കിൽ ഫുഡ് കിട്ടില്ല. അപ്പം ഞാൻ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിലെല്ലാവരെയും. ഞാൻ താമസിക്കുന്നതൊക്കെ PGയിലാണ്, മലയാളി PG ആണ്. നമ്മുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു PG ആണ്. ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത് ഒരു ഡാർക്ക് പിങ്ക് ആയിട്ടുള്ള ഒരു ഷർട്ടും ഒരു ഗ്രേ കളറായിട്ടുള്ളൊരു പാൻറ്റുമാണ്. ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ വ്ളോഗ്സും കാര്യങ്ങളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഞാൻ അക്വലോജിക്കാൻ്റെ ഒരു സൺസ്ക്രീനാണ് ഇടുന്നത്. സൺസ്ക്രീൻ നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹെയർ പിന്നെ ഞാൻ ആദ്യം തന്നെ കെട്ടി വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ ഇരുന്നിട്ടുള്ളത്. ഹെയർ എനിക്ക് കുറച്ചധികം ടൈം എടുക്കും. ഹെയറിൽ ഞാൻ ജെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബേബി ഹെയർസൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് ഹെയർ കെട്ടിയിട്ടുള്ളത്. ബേബി ഹെയർസും കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് പുറത്തോട്ട് വരാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് സൺസ്ക്രീൻ ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയൊരു ഫൗണ്ടേഷനാണ്. അതിനുശേഷം ഞാൻ ഫേസിൽ എല്ലായിടയ്ക്കും നന്നായിട്ട് ഡോട്ടായിട്ട് എല്ലാ ഏരിയയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ പോർഷനിലും എല്ലായിടയ്ക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ രണ്ട് സ്കിൻ ടോണായിട്ട് മാറും. എല്ലായിടയ്ക്കും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് മിനിമലായിട്ടുള്ളൊരു ചെറിയൊരു മേക്കപ്പേ വേണ്ടൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഹൈലൈറ്ററോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫേസിൽ കൺസീലറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. കൺസീലറും കാര്യങ്ങളൊന്നും ഇടാത്തതിന് കാരണം ജസ്റ്റ് ഫേസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ അധികം ഓവറായിട്ടുള്ള മേക്കപ്പ് വേണ്ട ആവശ്യമില്ല. ഞാൻ ഫേസിൽ നന്നായിട്ട് എല്ലായിടയ്ക്കും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഐബ്രോസ് വരയുന്നതാണ്. ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ടില്ലെങ്കിൽ മര്യാദയ്ക്ക് വരയാൻ പറ്റത്തില്ല. ഐബ്രോസ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു സ്കെച്ച് ഐലൈനർ എടുത്തിട്ട് ഐസിൽ ചെറുങ്ങനെ ഒരു വിങ്ഡ് ഐലൈനറായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ വരാനാണ് ഇഷ്ടം, വിങ്ഡായിട്ട്. ഞാൻ തറ്റത്ത് മാത്രമേ വരയുന്നുള്ളൂ.
ഇത് അത്യാവശ്യം നല്ലൊരു ഐലൈനറാണ്. ഞാൻ സാധാരണ ഒരു ഫാൻസി കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യല്. അത്യാവശ്യം വാട്ടർ പ്രൂഫും കാര്യങ്ങളെല്ലാം. അതിനുശേഷം ഞാൻ കുറച്ച് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസ്കാര ഞാൻ ചെറുങ്ങനെ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ത്രിതമിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് ഇട്ടിട്ടുള്ളത്. അത് ഫസ്റ്റ് ഇടുമ്പം തന്നെ കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിലും പിന്നെ അതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ അത് ഓക്കെ ആയി വരും. അതിനുശേഷം ഞാൻ ബ്ലഷ് ചീക്കിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഷാംബറിൻ്റെ ഒരു ലിപ്പ് ലൈനർ വെച്ച് നന്നായിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷാംബറിൻ്റെ തന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ലിപ്പിലെല്ലാടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു കളറായിട്ട് എനിക്ക് തോന്നിയൊരു പിങ്ക് കളറായിട്ടുള്ളൊരു ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണിത്. നല്ലൊരു ലിപ്സ്റ്റിക്ക് തന്നെയാണ്. ഞാനിത് ലിപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷാംബറിൻ്റെ ഈ ഒരു ലിപ്പ് ലൈനറും ലിക്വിഡ് ലിപ്സ്റ്റിക്കും അത്യാവശ്യം നല്ലൊരു ലിപ്പ് കോംബോ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്പ് കോംബോ ആണിത്. എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഞാനും ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗിലെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ കോളേജിലേക്ക് പോകാൻ വേണ്ടി പോകുന്നതാണ്. നമുക്ക് ഫോർമൽസിൻ്റെ കൂടെ ഇതുപോലത്തെ ഫോർമൽ ഷൂ ഇടണം. ഞാൻ ഷൂസ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ PG ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ബോട്ടിൽ വെള്ളം നിറച്ച് PG മെസ്സ് പോയിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ കോളേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലെത്തി കഴിഞ്ഞതിന് ശേഷം ഒരു ഷോട്ടാണിത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നോട്ട്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഞ്ചിലിരിക്കുന്ന കുട്ടി. അപ്പോൾ ഈ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയാണിത്. ഇവളുടെ പേര് ഷെൽഹാന എന്നാണ്. മറ്റേത് സ്നേഹ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.